എൻ.ഡി.എ ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി എൻ.ഡി.എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് തുടർന്ന് നടന്ന യോഗവും ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടത്താണ് എൻ.ഡി.എ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്നത്. എൻ.ഡി.എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ. കുമാർ അധ്യക്ഷത വഹിച്ച യോഗം ബി.ജെ.പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വലിയ സാധ്യതയുള്ള ഒരു മേഖല നമ്മുടേത്. അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാൻ സാധിച്ചാൽ അതിനെ വ്യാവസായിക സംരംഭങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ ഇവിടെയുള്ള ആൾക്കാരുടെ വരുമാനം വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, ഈ നാട് നന്നാകും, വികസനം ഉണ്ടാകും. ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഇവിടെ ആൾക്കാരെ എങ്ങനെ ഉദ്ഘാടന മാമാങ്കം നടത്തി ആൾക്കാരെ എങ്ങനെ കബളിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം, വേണ്ടേ? ഇതിനൊരു മാറ്റം ഉണ്ടാവണ്ടേ? ഉണ്ടാവണ്ടേ? അപ്പം മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ എം.എൽ.എ ജയിച്ചു വരണം, ജനപ്രതിനിധി ജയിച്ചു വരണം. അതിനാണ് ശ്രീമൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്, മാറാത്തത് മാറണം. 53 വർഷമായിട്ട് മാറിയിട്ടില്ല. മാറി ഇടത് വലുത് ഭരിച്ചുകൊണ്ടിരിക്കുക. 5 വർഷം ഇടതുപക്ഷം കത്തും, അടുത്ത 5 വർഷം ഐക്യ ജനാധിപത്യ മുന്നണി കത്തും. തങ്ങളില് കോംപ്രമൈസ് ചെയ്ത് അതിനെ ക്രമവൽക്കരിച്ച് രക്ഷപ്പെടുക ചെയ്യുന്നത്. അപ്പം അതിലൊരു മാറ്റം ഉണ്ടാകണം. ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ. പി, ബി.ഡി.ജെ.എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ, നേതാക്കളായ വിനുപ്രസാദ്, ജയകൃഷ്ണൻ, സജി വട്ടപ്പാറ, അരുണമ്പാടി, സജിമോൻ വി.എസ്., അറുമുഖം, സന്ദീപ്, എ.വി. മണിക്കുട്ടൻ, ജോബി, വിഷ്ണു, സംസ്ഥാന സമിതി അംഗങ്ങൾ, മണ്ഡലം ഭാരവാഹികൾ, വിവിധ പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.